എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ എല്ലാവരും ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, അത് IIT-കളിൽ, NIT-കളിൽ, അതേപോലെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് മെഡിക്കൽ കോളേജുകളിൽ, അതല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചിറങ്ങിയ ആളുകളെ തന്നെ വേണോ? കുട്ടികൾക്ക് നന്നായി കൺസെപ്റ്റുകൾ കൺവേ ചെയ്യാൻ അറിയുന്ന ആളുകളെയല്ലേ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ആസ് എ ഫൗണ്ടർ ഓഫ് ദിസ് ഓർഗനൈസേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് 4 റീസൺസ് ആണുള്ളത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത് ഒരു നോർമൽ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അവർ ഫ്യൂച്ചറിൽ എഴുതാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു സക്സസ് റേഷ്യോ നിങ്ങളൊന്ന് നോക്കുക. അതായത് 15 ലക്ഷം ആളുകൾ JEE എഴുതിയിട്ട് അതിൽ മേ ബി ഒരു 50,000 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ക്വാളിഫൈ ചെയ്ത് അവർക്ക് നല്ല സീറ്റുകൾ ലഭിക്കുന്നത്. അതായത് ഒരു 3 to 4% ആണ് സക്സസ് റേഷ്യോ എന്നുള്ളത്. നീറ്റ് പരീക്ഷയും 24-25 ലക്ഷം ആളുകൾ എഴുതിയിട്ട് 1 ലക്ഷം ആളുകൾക്കാണ് MBBS സീറ്റ് ലഭിക്കുന്നത്. അതായത് വളരെയധികം സക്സസ് റേഷ്യോ കുറഞ്ഞ പരീക്ഷകളാണിത്. എന്തുകൊണ്ടാണ് ഇതിന് സക്സസ് റേഷ്യോ കുറയുന്നത്? ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു കേവലം റോട്ട് നോളജ് അല്ല, നേരെ മറിച്ച് കുട്ടികളുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ഫാക്കൽറ്റീസ് ഈ ഒരു പാത്തിലൂടെ കടന്നു പോയ ആളുകളാണ്. അപ്പോൾ അവർക്ക് കേവലം ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ എടുത്ത് അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ആളുകളാവണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നിർബന്ധമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സാമിലൂടെ കടന്നുപോയ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കൃത്യമായി അറിയുന്നുണ്ടാവും ഒരു പ്രോബ്ലത്തെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇനി കേവലം ആ എക്സാമിലൂടെ കടന്നു പോയവരെ മാത്രമല്ല നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് നമ്മൾ നിയമിക്കുന്നത്, നേരെ മറിച്ച് അതിൻ്റെ കൂടെ എക്സെപ്ഷണൽ ടീച്ചിങ് സ്കിൽസ് ഉള്ള ആളുകളെ കൂടി കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, അതിനെ നമുക്ക് 2 പാർട്ടാക്കി തിരിക്കാം. ഒന്ന് റിലേറ്റബിലിറ്റിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരം ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ വേൾഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നോർമലി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കാത്ത പല പ്രഷർ പോയിന്റ്സ് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഈ ജേർണിയിലൂടെ കടന്നു പോയ ഒരു അധ്യാപകന് തീർച്ചയായിട്ടും ഇത്തരം ഒരു ഫേസിൽ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു ആസ്പിറേഷനാണ്. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എഴുതി അതിൽ ടോപ്പർ ആയിട്ടുള്ള ഒരാളാണ് അവരുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിലെ വാചകങ്ങൾക്കപ്പുറം അവരുടെ പ്രസൻസ് കുട്ടികളോട് പറയുന്നത് എന്താണ്? നിന്നെ കൊണ്ട് ഇത് സാധിക്കും, എനിക്കിത് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് സാധിക്കും എന്ന് മാത്രമല്ല, അതിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു വലിയൊരു മെസ്സേജാണ് നമ്മുടെ ഫാക്കൽറ്റീസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ റീസൺ എന്നുള്ളത്. മൂന്നാമത്തെ റീസൺ, നമ്മൾ ഇത്തരത്തിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി അവിടുത്തെ പരീക്ഷകൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു റോഡ് മെമ്മറൈസേഷൻ, വെറുതെ കാണാതെ പഠിക്കുന്ന ഒരു കാര്യമല്ല ഇത്തരം പരീക്ഷകൾക്കൊന്നും ചോദിക്കുന്നത്. ഇനി നമ്മൾ JEE NEET അല്ലെങ്കിൽ UPSC പോലത്തെ ഒരു എൻട്രൻസ് എക്സാമിലോട്ടൊക്കെ നമ്മൾ വരുമ്പോഴും അവിടെ കേവലം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു കുട്ടിയുടെ അനലിറ്റിക്കൽ തിങ്കിങ്, അവൻ്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അവൻ്റെ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ലോജിക്കൽ എബിലിറ്റിയാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാട്ട് എന്നുള്ളൊരു ചോദ്യത്തിനപ്പുറം വൈ, എന്തുകൊണ്ടാണ് ഒരു കാര്യം ഹാപ്പൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. ഇത് സാധിക്കുന്ന ആളുകളാണ് ഈ ഫാക്കൽറ്റീസ്. അത്രത്തോളം സബ്ജക്റ്റിൽ ഡെപ്ത് ഉള്ള, അവർ ചെറിയ പ്രായത്തിൽ തന്നെ സബ്ജക്റ്റിൽ ഡെപ്ത് നേടുകയും ആ ഡെപ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അത് അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് കുട്ടികളുടെ മുമ്പിൽ വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അവരുടെ ഏത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി കുട്ടികളെ നന്നായി പ്രിപ്പയർ ചെയ്യിക്കാനും ഈ ഫാക്കൽറ്റീസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. നാലാമത്തെ റീസൺ എന്നുള്ളത്, നമ്മുടെ ഫാക്കൽറ്റീസ് നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ആവറേജ് ഏജ് എന്നുള്ളത് മേ ബി ഒരു 30-31 ആയിരിക്കും. നോർമലി എൻട്രൻസ് ഫാക്കൽറ്റീസിനെ നോക്കുമ്പോൾ ഇതൊരു 40 or എബോവ് ആയിരിക്കും. നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ കോളേജ് പഠനകാലത്ത് ഇൻ്റർനെറ്റിനെയും ടെക്നിക്കൽ ടൂളുകളെയും എല്ലാം വളരെ സമർത്ഥമായി ഉപയോഗിച്ച ആളുകളാണ്. ഈ ഒരു ജെൻ ആൽഫ കുട്ടികളെ നമ്മൾ കൃത്യമായി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പഴയ ടീച്ചിങ് രീതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഈ ജെൻ ആൽഫ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് പഴയ ടീച്ചിങ് രീതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നേരെ മറിച്ച് ഡിജിറ്റൽ ഫസ്റ്റ് രീതി നമുക്ക് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ടെക് ടൂൾസ് നമ്മുടെ ഫാക്കൽറ്റീസ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സിമുലേഷൻസ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അവരുടെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു മെറ്റീരിയൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ഇതൊരു പക്ഷേ കുറച്ചുകൂടി ഈവൺ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് ഒരു ഡിജിറ്റൽ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഫാക്കൽറ്റീസിനാണ് ഇത് സാധിക്കുക. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് എക്സ് ആൻഡ് വൈ ലേണിംഗിൽ നമ്മൾ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള
ഏറ്റവും നല്ല ടോപ്പ് റാങ്കുകൾ വാങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളെ നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് ഹയർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അവരുടെ ടീച്ചിങ് എബിലിറ്റീസ് ആൾസോ അൺമാച്ചബിൾ. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ അതിന് വോവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് X&Y ലേണിംഗ് കേരളത്തിലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇൻഡസ്ട്രിയിൽ ഒരു ഡിഫറെൻറ്റ് ഫോഴ്സ് ആയിട്ട് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് നമ്മളുടെ ഈ ഫാക്കൽറ്റി പൂളാണ്. X&Y ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഇന്ന് 5000-ഓളം വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, GCCയിലെല്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു റെവല്യൂഷൻ്റെ പാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എൻക്വയറി ഫോം നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകാം. നമ്മുടെ വിദഗ്ധരായിട്ടുള്ള അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോടുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും X&Y ലേണിംഗിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക. താങ്ക് യു.